ഈ വർഷം പുറത്തിറങ്ങിയ ആസിഫ് അലി ചിത്രമാണ് രേഖാചിത്രം. ബ്ലോക്ക് ബസ്റ്ററായ ഈ ചിത്രത്തിന്റെ കാതൽ തീമെന്ന് പറയുന്നത് 1985 ഭരതൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ കാതോട് കാതോരം എന്ന ചിത്രമാണ്. ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നടക്കുന്ന ഒരു സംഭവമെന്ന രീതിയിലാണ് രേഖാചിത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. 85 ഭരതൻ തിരക്കഥാകൃത്ത് ജോൺ പോളിനോടായി ഒരു കഥ പറയുവാനായി എത്തി. തൻ്റെ കയ്യിലുള്ള കഥ ജോണിനെ കൊണ്ട് തിരക്കഥയാക്കാനായിരുന്നു ഭരതൻ്റെ പ്ലാൻ. കഥ ഇതായിരുന്നു: അനാഥനായ ലൂയിസ് ഒരിക്കൽ ഒരു യാത്ര പോകുന്നു ലോറിയിൽ. പക്ഷേ ഇടയ്ക്ക് ലോറിയിൽ നിന്നും ഇറങ്ങുന്ന ലൂയിസ് ഒരു ഗ്രാമത്തിൽ അകപ്പെടുന്നു. ഒരു ജോലിയായിരുന്നു ലൂയിസിൻ്റെ ലക്ഷ്യം. അതിനാൽ ആ ഗ്രാമത്തിൽ ജോലി നോക്കാൻ ലൂയിസ് തീരുമാനിക്കുന്നു. സംഗീതവും വയലിൻ വായനയും എല്ലാം അറിയാവുന്ന ലൂയിസ് എന്നാൽ ജീവിക്കാനായി പല തൊഴിലും ചെയ്യുന്നവനാണ്. ആ ഗ്രാമത്തിൽ വന്ന ലൂയിസ് ഒരു ജോലി അന്വേഷിച്ചെത്തുന്നത് മേരിക്കുട്ടിയുടെയും മകൻ്റെയും അടുത്തേക്കാണ്. കുടിയനായ ഭർത്താവിനാൽ ബുദ്ധിമുട്ടുന്ന മേരിയും മകനും പശുവിനെ കറന്ന് പാൽ വിറ്റും കോഴിയെ വളർത്തിയുമാണ് ജീവിക്കുന്നത്. ഒരു സഹായിയായി ലൂയിസ് അവർക്ക് തുണയായി കഴിയുന്നു. ലൂയിസായി മമ്മൂട്ടിയും മേരിക്കുട്ടിയായി സരിതയും വേഷമിട്ട ചിത്രത്തിൽ മകനായി മാസ്റ്റർ പെഷോവ് വേഷമിട്ടു. ലൂയിസ് പതിയെ മേരിക്കുട്ടിയെ സ്നേഹിച്ചു തുടങ്ങുന്നു. അവൾ തിരിച്ചും. ഭർത്താവിനാൽ കിട്ടാത്ത സ്നേഹവും പരിഗണനയും ലൂയിസിൽ നിന്നും അവൾക്ക് കിട്ടി. മകൻ കുട്ടനുമായി അവൻ്റെ മാഷെന്നുള്ള വിളിയിലും ലൂയിസും കുട്ടനും അടുക്കുന്നു. അവനും ലൂയിസ് പ്രിയപ്പെട്ടവനായി തീർന്നിരുന്നു. ലാസർ എന്ന ജനാർദ്ദൻ അവതരിപ്പിച്ച ക്രൂരനും കള്ളുകുടിയനുമായ ഭർത്താവിൽ നിന്നും അവൾ രക്ഷപ്പെടുന്നതിനിടയിൽ മേരിക്കുട്ടി മരിക്കുന്നു. ചിത്രം ലൂയിസും കുട്ടനും കെട്ടിപ്പുണർന്ന് കരയുമ്പോൾ തീരുന്നു. ഭരതൻ കഥ പറഞ്ഞു തീർന്നതും ജോൺ പോൾ വികാരഭരിതനായി നിന്നു. ഈ കഥ ജോൺ പോളിനോടായി തിരക്കഥയാക്കാൻ ഭരതൻ ആവശ്യപ്പെട്ടു. കഥ ഭരതനും തിരക്കഥ ജോൺ പോളുമായി. 1985 കാതോട് കാതോരം തിയേറ്ററുകളിലെത്തി. മികച്ച സാമ്പത്തിക വിജയം നേടിയ ചിത്രം സ്ഥിരം കുടുംബ കുട്ടിപ്പെട്ടി മമ്മൂട്ടി ചിത്രങ്ങളിൽ നിന്നും വിഭിന്നമായിരുന്നു. ചിത്രത്തിന്റെ വിജയത്തിന് ചിത്രത്തിലെ ഗാനങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല. ദേവദൂതർ പാടി, നീ എൻ സ്വർഗ സൗന്ദര്യമേ എന്നീ ഗാനങ്ങൾ വമ്പൻ ഹിറ്റായി മാറി. ജനാർദ്ദൻ്റെ വില്ലൻ വേഷം അദ്ദേഹത്തിൻ്റെ മികച്ച വേഷങ്ങളിലൊന്നാണ്. ലാസർ അത്രമേൽ പ്രേക്ഷകരെ വെറുപ്പിച്ചു. സരിത എന്ന നടിയുടെ കരിയറിലെ വലിയ വഴിത്തിരിവായി ചിത്രം മാറി. ഈ വർഷം പുറത്തിറങ്ങിയ രേഖാചിത്രത്തിൽ കാതോട് കാതോരം എന്ന സിനിമയിലെ ഷൂട്ടിങ്ങിനിടയിൽ നടക്കുന്ന ഒരു സംഭവം എന്ന രീതിയിലാണ് രേഖാചിത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പുതുതലമുറയിൽ ഉള്ളവർക്കും കാതോട് കാതോരം എന്ന ചിത്രത്തെക്കുറിച്ച് അറിയുവാനും കാണുവാനും രേഖാചിത്രം ഈ അവസരം ഒരുക്കിയിരിക്കുന്നു.